പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ എനിക്ക് കുടിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ നയനാണെങ്കിലും കിച്ചണിലോട്ട് വരുന്നുണ്ട് കേട്ടോ, ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി. ആ സമയത്താണെങ്കിലും നമ്മളെ ചന്തുമോളും ആണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട്, മോൾ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല അമ്മയെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നയനെ ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി മോൾക്ക് വിശക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചന്തുമോൾ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് വിശക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ജ്യൂസ് വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ചന്തമോൾ പറയുന്നുണ്ട്, വേണ്ടമ്മ എനിക്ക് ജ്യൂസ് വേണ്ട, അത് അമ്മ കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ജലജയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇവർക്ക് എന്ത് പണി കൊടുക്കാൻ നിന്നാലും അത് വേറെ ആരെങ്കിലും അതിനകത്ത് വന്ന് കയറുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പെണ്ണിന് ഇപ്പോൾ വരാൻ കണ്ട നേരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ജലജയാണെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നയനയാണെങ്കിൽ നിർബന്ധിച്ച് നമ്മൾ ചന്തമോളെ കൊണ്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് കുടിച്ചിട്ടാണെങ്കിലും നമ്മൾ ചന്തമോൾ പറയുന്നുണ്ട്, എനിക്ക് മതി അമ്മ, അമ്മ ഇപ്പോഴല്ലേ എനിക്ക് കുറേ ഫുഡൊക്കെ എനിക്ക് തന്നത്, എനിക്ക് ജ്യൂസ് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചന്തമോളാണെങ്കിൽ ഇങ്ങനെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ ചന്തമോളെ നിർബന്ധിച്ച് ജ്യൂസ് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോള് ജ്യൂസ് കുടിക്കണം, കുടിച്ചാലേ മോള് വളരത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ ചന്തമോളെ കൊണ്ട് ജ്യൂസൊക്കെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചന്തമോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് ജ്യൂസ് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എന്നെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ വേറെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചോളാം, ഇത് മോള് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചന്തമോളെ കൊണ്ട് ആ ജ്യൂസൊക്കെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമ്മൾ ചന്തമോളാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ എടുക്കുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നയനെ ചോദിക്കുന്നുണ്ട്, മോളിന്ന് എന്തെങ്കിലും മുട്ടായിയൊക്കെ തോനെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പം ചന്തമോൾ പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ മുട്ടായി ഒന്നും ഒട്ടും കഴിച്ചിട്ടില്ല, അമ്മ പറഞ്ഞിട്ടില്ല മുട്ടായി ഒന്നും കഴിക്കരുത്, അമ്മയടുത്ത് ചോദിക്കാതെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മുട്ടായി ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മളെ ചന്തമോൾക്കാണെങ്കിൽ വയറിന് നല്ല വേദന കൂടിയിട്ടാണെങ്കിൽ ചന്തമോളാണെങ്കിൽ ബോധം കെട്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളെ നയനയാണെങ്കിൽ എല്ലാവരെയും കിടന്ന് വിളിക്കുന്നുണ്ട്, ഓടി വാ ആദർശേട്ട അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട്. ചന്തമോൾ ബോധം കെട്ട് വീണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കിടന്ന് നമ്മളെ നയനയാണെങ്കിൽ എല്ലാവരെയും കിടന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കേട്ടോ എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോഴത്തേക്കും നയനയുടെ കരച്ചിൽ കണ്ടാണെങ്കിൽ എല്ലാവരും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ജാനകിയാണെങ്കിലും എല്ലാവരും അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ചന്തമോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്താണ് നയന പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ജ്യൂസ് എടുത്ത് ചന്തമോൾ വന്നപ്പോൾ ഞാൻ ചന്തമോൾക്ക് കൊടുത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കുടിച്ചതിന് ശേഷം മോൾക്ക് ചെറിയ വയറുവേദന വന്നിട്ട് മോൾ ബോധം കെട്ട് വീണയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് വാൻ അതിനെ നമുക്ക് മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം, എന്താണെന്ന് അറിയത്തില്ലല്ലോ, മോളാണെങ്കിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തല്ലോ, നീ പെട്ടെന്ന് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദർശൻ അതിനും കൂടെ ആണെങ്കിൽ ചന്തമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവേനെയാണെങ്കിൽ ജയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, മോള് ജ്യൂസ് കുടിച്ചപ്പോഴല്ലേ മോളെ ബോധം പോയെന്ന് പറയുന്നത്, ഇനി ഇവിടെ വേറെ ആർക്കെങ്കിലും വെച്ച കെണിയാണോ ഇനി മോൾക്ക് അത് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ പണ്ടാണെങ്കിൽ നവ്യയ്ക്ക് കുടിക്കാൻ വെച്ച പാല് ഞാനെടുത്ത് കുടിച്ചപ്പോഴല്ലേ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ച് എൻ്റെ കരളൊക്കെ പോയെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ദേവയാനി പറയുന്ന സമയത്താണെങ്കിൽ ജയൻ പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ ദേവയാനി, എനിക്കാണെങ്കിൽ അന്നത്തെ കാര്യമൊന്നും ആലോചിക്കാൻ പോലും വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മളെ നയനയും ആദർശമാണെങ്കിലും മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഡോക്ടറാണെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് മോളെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മോളെ ICUലൊക്കെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഡോക്ടറാണെങ്കിലും മോളെ കയറി പരിശോധിച്ചൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിൽ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദർശൻ നയനയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിലും ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, മോൾക്കാണെങ്കിൽ എനിക്ക് കുടിക്കാൻ വെച്ചിരുന്നൊരു ജ്യൂസാണ് മോള് കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ജ്യൂസോ? അപ്പോൾ പറയുന്നത്, എന്ത് ജ്യൂസാണ് കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്ത് ജ്യൂസാണ് മോള് കുടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് എനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരുന്ന മുന്തിരി ജ്യൂസായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും മോൾക്ക് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ കൂടെ വിഷബാധ മോളെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിപ്പം ആരാ ജ്യൂസ് അടിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, എന്താ ഡോക്ടർ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. ഡോക്ടർ പറയുന്നുണ്ട്, അത് അത്രയ്ക്കും മാരകമായ വിഷമായിരുന്നു, ഇത് ആരെങ്കിലും ഗർഭിണികളാരെങ്കിലും കുടിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ കുഞ്ഞ് അബോഷനായി പോയേനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട്, നയനെ നീ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോഴത്തേക്കും നിനക്ക് വേണ്ടി ആരെങ്കിലും വല്ലതും കരുതി വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല മുമ്പ് നിങ്ങളെ അമ്മയ്ക്കും ഇത് കണക്കാണല്ലോ, നിൻ്റെ ചേച്ചിക്ക് കുടിക്കാൻ വെച്ച പാലിനകത്ത് നിനക്ക് വിഷം കലർത്തി അത് നിൻ്റെ അമ്മ കുടിച്ചല്ലേ അമ്മയുടെ ഇങ്ങനെ കരളൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും മാരകമായ ഒരു വിഷമല്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്.
പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ നയന ചോദിക്കുന്നുണ്ട് ഡോക്ടറെ മോൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല, എന്തായാലും അന്ന് അമ്മയുടെ അവസ്ഥയും നിങ്ങൾ കണ്ടല്ലായിരുന്നോ, എന്തായാലും അത്ര ഒരു ഇതില്ല, എന്നാലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശം നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവർ. അങ്ങനെ പിന്നെ അവരാണെങ്കിൽ അനന്തപുരിയിലാണെങ്കിൽ വിളിച്ചിട്ട് അവർ ചന്തുമോളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരും പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് മോളെ ഉള്ളിൽ വിഷബാധതയാണ് ചെന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ അപ്പം എല്ലാം ചർച്ച നടക്കട്ടെ, ഈ ജ്യൂസിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ അനന്തപുരിയിൽ നടക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ ആകെ നല്ല പേടിച്ച് നിൽപ്പുണ്ട്. ഇതിനിപ്പോൾ എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുമോ എന്നുള്ളൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ജലജയാണെങ്കിലും ആകെ ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.